മുസ്ലിമീങ്ങളുടെ ഐക്യമാണല്ലോ നമുക്ക് പ്രാധാന്യം. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ, അതായത് ഇതുപോലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുന്നതിലൂടെ ഭിന്നതകളല്ലേ ഉണ്ടാകുക? അതാണ് എൻ്റെ ചോദ്യം. ബഹുമാനായ സി ബി സലീം പ്രതികരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എല്ലാവർക്കും വേണ്ടി ചോദ്യം ഞാനൊന്ന് ആവർത്തിക്കാം. യഥാർത്ഥത്തിൽ മുസ്ലിം ഐക്യമല്ലേ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം? അപ്പോൾ ഇതേപോലെയുള്ളൊരു സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി സ്റ്റേജ് കെട്ടിയിട്ട് മുസ്ലിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് അത് സ്ക്രീനിൽ കാണിച്ചാൽ എങ്ങനെയാണ് ഐക്യമുണ്ടാവുക എന്നതാണ്. ഇതാണ് ചോദ്യം. ഇവിടെയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്ക് വേണ്ടത്. മരണം സത്യമാണോ? മരണാനന്തര ജീവിതം സത്യമാണോ? നേരത്തെയുള്ള സെഷനിൽ നമ്മളത് കൃത്യമായി പഠിച്ചു. മരണമുണ്ട്, മരണാനന്തര ജീവിതവും ഉണ്ട്. അവിടെ രക്ഷപ്പെടാനാണ് സൂറത്തു ദുആ എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേര് കിട്ടാൻ കാരണമായ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ ചൊവ്വായ പാതയിൽ റബ്ബേ നീ ഞങ്ങളെ വഴി നടത്തണമേ എന്ന ദുആ ഇന്നും നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. ആ ദുആയിൽ നമ്മുടെ അപേക്ഷ എന്താ? പടച്ചവനോട് സിറാത്തുൽ മുസ്തഖീമിൽ എത്തണം. ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു, വലാ തത്തബിയു സുബുൽ, നിങ്ങൾ വ്യത്യസ്ത മാർഗങ്ങളിലേക്ക് പോകരുത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ നേരായ മാർഗം. അപ്പോൾ സത്യമാർഗം ഒന്നേ ഉള്ളൂ. ആ സത്യമാർഗം പ്രശ്നമേ അല്ല. ഏതു മാർഗവും സ്വീകരിക്കാം, മരണത്തോടുകൂടി അവസാനിക്കുമെങ്കിൽ. അപ്പോൾ ഇത്തരം ഭിന്നതകളൊന്നും ഇവിടെ പറയേണ്ടതുണ്ടായിരുന്നില്ല. ഈ സമ്മേളനം തന്നെ വെക്കേണ്ടതുണ്ടായിരുന്നില്ല. ഈ വിഷയങ്ങളൊന്നും ഇവിടെ പറയേണ്ടതുമുണ്ടായിരുന്നില്ല. എങ്ങനെയാണെങ്കിൽ മരണാനന്തര ജീവിതം ഇല്ല എങ്കിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു മരണത്തോടുകൂടി ജീവിതം ആരംഭിക്കും എങ്കിൽ മുസ്ലിം ഐക്യം ഉണ്ടാകാൻ വേണ്ടി കൊട്ടപ്പുറത്ത് സംവാദം വേണ്ടെന്ന് വെച്ചാൽ ആ സംവാദത്തിലൂടെ മാറി വന്ന ധാരാളക്കണക്കിന് ആളുകൾ അതിനുശേഷം പടച്ചവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ സംവാദം തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ, എന്നാൽ ആ സംവാദത്തിൽ രണ്ടു ഭാഗത്തും വാദപ്രതിവാദം നടത്തിയപ്പോൾ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അവരുടെ മണ്ഡലത്തിൽ അവർ വോട്ട് ചെയ്തത് ഭൂരിപക്ഷം ആളുകളും ഒരു സ്ഥാനാർത്ഥിക്കാണ്. കാരണം പൊതുവിഷയത്തിൽ പാർലമെന്റിൽ പോയി സംസാരിക്കുവാൻ നമുക്ക് ഇദ്ദേഹമാണ് വേണ്ടത്, സുന്നി മുജാഹിദും അല്ല പാർലമെന്റിലെ ചർച്ച. അപ്പോൾ ഈ ആശയപരമായ വിഷയങ്ങൾ ഒരു തരത്തിലും പൊതുമണ്ഡലത്തിൽ വരുന്നില്ല. തലേ ദിവസം ഏതെങ്കിലും സ്ഥലത്ത് ഖണ്ഡന പ്രസംഗം നടത്തിയ രണ്ട് പണ്ഡിതന്മാർ മുസ്ലിം സൗഹൃദ വേദിയിൽ അപ്പുറത്തുപുറത്തിരിക്കുന്ന ചായ കുടിക്കുന്നു. ഇന്നലെ നമ്മൾ തർക്കിച്ചിട്ടുണ്ട്, അത് ഇന്ന് രാത്രിയും തുടരും. അത് പരലോകത്തിന്റെ വിഷയം. അപ്പം നമ്മളിവിടെ ജീവിക്കുന്ന കാര്യത്തിൽ നമുക്കൊന്നിച്ചിരിക്കണം. ഇതാണ്, അതാ റസൂലുള്ളാഹി പറഞ്ഞത്. ഇവരുമായി ഞാൻ ബദർ നടത്തുമ്പോ, ഉഹുദ് നടത്തുമ്പോ ഇവരുമായി നേരത്തെ നടത്തിയ ഹൽഫുൽ ഫുദൂൽ, ആ കരാറുകൾ ഇനിയും പൊതുവിഷയങ്ങളിൽ ഇനിയും ഞാൻ ഏർപ്പെടും. അതുകൊണ്ട് ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മരണാനന്തര ജീവിതം ഉള്ളത് കൊണ്ടാണ്, മാത്രമല്ല അടിസ്ഥാനപരമായ ഐക്യം നമുക്ക് ലഭിക്കാനാണ്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ വല്ല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആ വിഷയത്തെ നിങ്ങൾ അല്ലാഹുവിലേക്കും പ്രവാചകനിലേക്കും അടക്കുക. അതിനുശേഷം പറയുന്നത് അതാണ് ഏറ്റവും നല്ല പര്യവസാനം. ആർക്ക്? പരലോകത്തിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്ക്. അതുകൊണ്ട് നമ്മളെല്ലാം സ്വീകരിക്കേണ്ട നിലപാട്, നമ്മൾ മതപരമായ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നമ്മുടെ ക്യാമ്പസിൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ തിരുത്തുകൾ നടത്തിക്കൊണ്ടേയിരിക്കും. അതേ ക്യാമ്പസിൽ മയക്കുമരുന്നിനെതിരെ നമ്മളോട് വിയോജിപ്പുള്ള വിദ്യാർത്ഥിയുമായി നമ്മൾ ഒന്നിച്ചു നിൽക്കും. പൊതുവിഷയങ്ങളിൽ ഒന്നിച്ചു നിൽക്കുകയും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ സംവദിച്ച്, കാരണം ഇസ്ലാമിന്റെ ഫസ്റ്റ് തന്നെ ലാ ഇലാഹ, ഒരൊറ്റ ഇലാഹുമില്ല ഇല്ലല്ലാഹ്, ആദ്യം തന്നെ ഖണ്ഡനമാണ്, എന്നിട്ടൊരു സ്ഥാപനമാണ്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.